ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ചുരിദാറിൽ നിന്ന് നമുക്കൊരു ജാക്കറ്റ് ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ചുരിദാർ എടുക്കുക. ഇപ്പോൾ ഈ ഫ്രണ്ട് ഓപ്പണുള്ള ചുരിദാറാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലെ സ്റ്റിച്ച് മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതുപോലെ എടുക്കാം. ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണെങ്കിൽ നടുക്കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് അളവെടുത്ത് നോക്കാം, നമുക്ക് എത്രയാണോ ജാക്കറ്റിൻ്റെ അളവ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതെല്ലാം സ്റ്റിച്ചെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് നമ്മൾ ഇടുപ്പ് വരെ എത്രയാണോ ലെങ്ത് വേണമെന്ന് നോക്കാം. അപ്പം നമുക്ക് ചിലവർക്ക് കുറച്ച് ഇടുപ്പിന് മുകളിൽ നിൽക്കുന്നതായിരിക്കും തയ്ക്കാൻ താല്പര്യം. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി നോക്കാം. അപ്പോൾ ഞാൻ ലെങ്ത് അപ്പോൾ നമുക്കിതുപോലെ ലെങ്ത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി വയ്ക്കാം. അപ്പോൾ എനിക്കിത് ലെങ്ത് ഇത്രയും ആവശ്യമാണ്. ഓരോരുത്തരുടെ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് ഒരു ചോക്ക് കൊണ്ട് നന്നായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അത് ഫുള്ളായിട്ട് 3 സൈഡും ആ ലെങ്ത് അനുസരിച്ച് നമുക്ക് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി ഭാഗം അതേ അളവിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് ആ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് വരച്ചെടുത്തോളം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് പിന്നീട് ചെയ്യേണ്ട, കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. ഈ കട്ട് ചെയ്ത ഭാഗത്തിൽ നിന്ന് നമുക്ക് കൈക്ക് ലെങ്ത് വേണമെങ്കിൽ അതിന് ശേഷം മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്ത് എടുക്കുക. അപ്പം ഞാൻ ഫുള്ളായിട്ട് നിവർത്തിയിട്ടിട്ട് ഈ ഫ്രണ്ടിൽ എത്രയാണോ ലെങ്ത് എടുത്ത് ആ ലെങ്തിൽ നിന്നും അതുപോലെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ പഴയ ടോപ്പോ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉള്ള ജാക്കറ്റൊക്കെ നമുക്ക് ഇടയ്ക്ക് തുന്നി എടുക്കാം. അപ്പോൾ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഫ്രോക്കോ അതിൻ്റെ കൂടെയോ ഇതിൻ്റെ ലെങ്ത് ഇത്രയും വേണ്ടി വരില്ല, പക്ഷേ ലെങ്ത് കുറച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ജാക്കറ്റുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു ഷേപ്പ് കാണില്ല. കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മടക്കി അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള പഴയ ചുരിദാറോ ടോപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി 2 സൈഡും മടക്കിയെടുക്കുക. അതിനുശേഷം കൈ പകുതി മാത്രമേ ഉള്ളൂ. ഈ കട്ട് ചെയ്ത ഭാഗത്തിൽ നിന്ന് നമുക്ക് ബാക്കി കൈക്ക് വേണ്ടി നമുക്ക് കുറച്ചെടുത്ത് അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും പീസ് അപ്പോൾ അതിന് ആവശ്യം മതി. അതിനുശേഷം നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കി കൈയുടെ ഭാഗവും അതുപോലെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. എല്ലാ കൈയും ബാക്കി ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.